നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ അകത്തളങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടുത്തു വന്ന് ദൈവവചനം ചിന്തിക്കുവാൻ ലഭിച്ച ഈ അസുലഭ നിമിഷത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വളരെ സുപരിതമാണ്. ആ വാക്യത്തിനകത്ത് അപ്പോസ്തലൻ പറയുന്ന ഒരു പദം, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറയും. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോൾ അനവധി വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ഒട്ടനവധി പേരുണ്ട്. ആ കാലഘട്ടത്തിൽ അപ്പോസ്തലൻ ഈ മനുഷ്യന്റെ നീഡ് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു അഭിഷക്തനായിരുന്നു. മറിച്ച് ആ മനുഷ്യനോട് ആ അഭിഷക്തനുള്ള മനസ്സലിവ് വളരെ വ്യക്തമാണ്. എന്നിട്ട് വലതും കിട്ടുമെന്ന് കരുതി നോക്കിയ ആ മനുഷ്യനോട് തൻ്റെ ഫെയ്ത്ത്, തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം തന്നിലേക്ക് താൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് ആദ്യം അദ്ദേഹം പറയുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, ഒരുപക്ഷെ നാണയത്തുട്ടുകളാകാം താങ്കൾ ആഗ്രഹിക്കുന്നത്, അതൊന്നും എൻ്റെ കയ്യിലില്ല. വളരെ വ്യക്തവും സ്പഷ്ടവുമായി ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അടുത്തത് നിരാശിതനായി പോകുവാൻ അനുവദിക്കാതെ ആ മനുഷ്യന്റെ നീഡ് അനുസരിച്ച് ആ മനുഷ്യനോട് അഭിഷക്തൻ ഇടപെടുകയാ. എന്നിട്ട് പറയുകയാ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. സ്തോത്രം. അത് വളരെ ഈടുറ്റമായ ഒരു പദമാണ്. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. അത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, അഥവാ താൻ ആർജിച്ചെടുത്ത വിശ്വാസത്തിൽ നിന്ന് തൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയെ അവനിലേക്ക് കൈമാറുകയാണ്. ആ അനുഭവം ആ മനുഷ്യനൊരു വഴിത്തിരിവുണ്ടായി. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവിക വിശ്വാസം അത് പ്രവൃത്തിയായി പരിണമിക്കണമെങ്കിൽ ദൈവത്തിങ്കിലേക്കുള്ള നോട്ടം നല്ലതായിരിക്കണം. തിരുവചനം ഇങ്ങനെയാണല്ലോ ഓർപ്പിക്കുന്നത്, അവനിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. സ്തോത്രം. ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് നമ്മുടെ ദൃഷ്ടി ദൈവത്തിങ്കിലേക്ക് തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അവിടുന്ന് ഒരു പ്രവൃത്തി നമ്മളിലേക്ക് അയക്കും. അത് ഒരു ഗ്ലോറി ആയിരിക്കും, ഒരു മഹത്വമായിരിക്കും. ഇവിടെയും നമ്മൾ താഴെ വാക്യങ്ങളിൽ കാണുന്നത്, അവൻ നടന്നും തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കുതിച്ചെഴുന്നേറ്റു. അവന്റെ നരിയാണികൾ ഉറച്ചു തുള്ളിയും ചാടിയും ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തി. ലോകത്തിന് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ ഭൗമികമായ ഒന്നുമില്ലെങ്കിലും, സ്തോത്രം, ദൈവവേലയിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമായ അഭിഷക്തരെ, ദൈവമക്കളെ, നമുക്ക് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ ദൈവശക്തിയേ ഉള്ളൂ. അത് നിസാരമല്ല. അത് ലോകത്തിലെ ശക്തിയേക്കാൾ വലുതാണ് ദൈവിക ശക്തി. ആ ദൈവിക ശക്തിയിൽ അമർന്നിരുന്നു കൊണ്ട്, സ്തോത്രം, ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവകൃപയുടെ ആഴത്തെ വെളിപ്പെടുത്തി നമ്മിൽ കൂടെ ദൈവമഹത്വം അപ്പോസ്തോലിക കാലഘട്ടങ്ങളിൽ നടന്നതുപോലെ ഈ കാലഘട്ടങ്ങളിലും നടക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്റെ വാക്കുകൾ ഒരിക്കൽ കൂടെ ഞാൻ ഉദ്ധരിച്ചു കൊള്ളട്ടെ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. സ്തോത്രം. അത് ഒരു ദൈവശക്തിയാണ്. ദൈവശക്തി
ഒരു വ്യക്തിയുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. ദൈവശക്തി ആ വ്യക്തിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ദൈവത്തെ അറിയും. സ്തോത്രം. ദൈവശക്തി ഒരു വ്യക്തിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഈ 3 കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. അവന്റെ അവസ്ഥ മാറി. സ്തോത്രം. അവൻ സന്തോഷവാനായി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. പ്രിയരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ അകത്തളങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കാം. വലതും കിട്ടുമെന്ന് കരുതി നോക്കിയ മനുഷ്യന് കൊടുക്കുവാനുള്ളത് ലോകത്തിന്റെ നന്മകളല്ലായിരുന്നു. അഭിഷക്തന്റെ കയ്യിലുള്ളത് ദൈവശക്തിയായിരുന്നു. ഈ നാളുകളിൽ നമ്മെ കാണുന്നവർ ദൈവശക്തിയുടെ പ്രദർശനശാലകളായി മാറാൻ നമുക്ക് ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ആത്മകൃപ നമ്മളിൽ നിന്ന് ഒഴുകട്ടെ. അഭിഷേകം ചില പ്രവൃത്തിയായി നമ്മളിൽ നിന്ന് നമ്മൾ ആയിരിക്കുന്ന സൊസൈറ്റിയിലേക്ക് വ്യാപരിപ്പാൻ സർവശക്തൻ നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ചില വ്യക്തിയുടെ ആവശ്യമനുസരിച്ച് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ നമ്മെ സ്വർഗം വരും കാലങ്ങളിൽ ഒരുക്കും. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.